എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഷെയർ ചെയ്യുന്നത്. എങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അലർജി വരുന്നതായി കണ്ടുവരാറുണ്ട്. യാതൊരു അലർജിയോ സൈഡ് എഫക്റ്റോ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം വരെ കളറ് നിലനിൽക്കുന്നതാണ്. പിന്നെ അകാലനര ഉള്ളവർക്കും തലമുടി നരച്ചവർക്കും അതുപോലെ മുടി നല്ലപോലെ തിക്കായിട്ട് വളരണം എന്നുള്ളവർക്കും ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്ക നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും അകാലനര തടയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. നല്ല തിളക്കം കിട്ടാനും മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം നിലനിർത്താനും ഉണക്ക നെല്ലിക്ക സഹായിക്കുന്നതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മുറി സവോളയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയിലെ സൾഫർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് അകാലനരയെ തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കൂട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇതിനകത്തുള്ള സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് അരി വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ സവോളയും നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആകുന്ന പരുവാകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 3/4 ഗ്ലാസ് വറ്റി വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 പീസ് കറ്റാർവാഴയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് കറ്റാർവാഴ എടുക്കുന്നില്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള ജെല്ല് മാത്രം എടുത്തിരുന്നാലും മതി. തൊഴിച്ചിൽ മാറാനും മുടിയിലെ താരൻ അകറ്റാനും അതുപോലെ തന്നെ അകാലനരയെ തടയുന്നതിനും കറ്റാർവാഴ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇരിക്കുന്ന വൈറ്റമിൻ എ, സി, ഇ ഇവ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിൽ നിന്ന് സവോളയും അതുപോലെ തന്നെ ഉണക്ക നെല്ലിക്കയും കൂടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ചെടുത്തിരുന്നാൽ മതി. ഈ പാക്ക് നല്ലൊരു കണ്ടീഷണറായിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നല്ല പേസ്റ്റാക്കി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കണമെങ്കിൽ കോട്ടൻ്റെ ഒരു തുണിയിലിട്ട് ആ പൾപ്പ് മാത്രമായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അതല്ല കുറച്ച് തരിതരിപ്പ് ആയിട്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്താൽ ഒട്ടും തരിതരിയൊന്നും ഇതിനകത്തുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ പാനിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുളിക്കുന്നതിന് 1 മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ തലയിൽ നല്ലപോലെ തേച്ച് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ തലയിലുണ്ടാകുന്ന താരനും ചൊറിച്ചിലും ഒക്കെ പൂർണ്ണമായിട്ട് മാറും. അതുപോലെ തന്നെ നര വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിലനിർത്തി മുടി നല്ലപോലെ തളച്ച് വളരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കാപ്പി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നര കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നര കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ അളവ് മൈലാഞ്ചിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ എടുക്കുക. എന്നിരുന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ അളവ് നെല്ലിക്കാപ്പൊടിയാണ്. ഉണക്ക നെല്ലിക്ക നേരത്തെ എടുത്തിരുന്നത് കൊണ്ട് തന്നെ 1/2 സ്പൂൺ അളവാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ കളറൊക്കെ നല്ലപോലെ ഒന്ന്
ചേഞ്ച് ആയി വന്നിട്ടുമുണ്ടാവും. ഇത് നമുക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലുള്ള ഹെയർ ഡൈകൾ ഉപയോഗിച്ച് നോക്കിയിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതുപോലെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഈ രീതിയിൽ ഹെയർ ഡൈ ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല. ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടിയിലൊട്ടും എണ്ണമയം ഇല്ലാതെ തന്നെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ചവർക്കും ഉപയോഗിക്കാത്തവർക്കും ഇത് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. കണ്ടിന്യൂ ആയിട്ട് 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.